കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രത കുറവുണ്ടെന്ന് ഉൾക്കടലിൽ നിന്ന് ബേക്കൽ സ്വദേശിയെ രക്ഷപ്പെടുത്തിയ SI MPT സൈഫുദ്ദീൻ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് അപകടം വർദ്ധിപ്പിക്കുകയാണ്. ബേക്കൽ പള്ളിക്കര സ്വദേശി സലോമനെ 70 കിലോമീറ്റർ അകലെ ഉൾക്കടലിൽ നിന്ന് അതിസാഹസികമായാണ് രക്ഷിച്ചതെന്നും കാസർഗോഡ് ഹോസ്ദുർഗ് സ്റ്റേഷനിലെ SI ആയ സൈഫുദ്ദീൻ 24-നോട് പറഞ്ഞു. സാഹസികമായ ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു അല്ലേ? അത് കുറച്ച് റിസ്ക് ആയിരുന്നു. സാധാരണ ഒരുപാട് രക്ഷാപ്രവർത്തനത്തിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് അവസാനം കുറച്ച് ഭയപ്പെട്ടു പോയി. കുറച്ച് സീരിയസ് ആയിരുന്നു ഇത്. എത്ര കിലോമീറ്റർ? 70 കിലോമീറ്റർ ഉൾക്കടലായിരുന്നു. 70 കിലോമീറ്റർ. ഞാൻ ആ സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു ഡ്യൂട്ടി. ഞാൻ പയ്യന്നൂരൊക്കെ എൻ്റെ സുഹൃത്തിനും കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് DYSP സാറെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് സഹായിക്കാൻ പറ്റുമായിരുന്നു. ഒരു മഹേശ്വരനെ പോലീസുകാരനാണെന്ന് തോന്നി ഇൻഫർമേഷൻ കൊടുത്തത്. അന്നേരം തന്നെ ഞാൻ പയ്യന്നൂരിലെ റോണി ഒരു ഹാമർ റേഡിയോ ഓപ്പറേറ്റർ ഉണ്ട്, റോണിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, റോണി ഇങ്ങനെ സംഭവമുണ്ട്, ഒന്ന് വയർലെസ്സിൽ ബന്ധപ്പെട്ടിട്ട് ഒന്ന് ലൊക്കേഷൻ എവിടെയെന്ന് അറിയാൻ പറ്റുമെന്ന് വെച്ചു. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ റോണി തിരിച്ച് വിളിച്ചു. ഡയറക്റ്റ് കിട്ടിയില്ല, വേറെ ഏത് ബോട്ട് കണക്ഷൻ കിട്ടിയാന്ന് തോന്നുന്നു. റോണി പറഞ്ഞു എന്നോട് 70 കിലോമീറ്റർ അപ്പുറത്താണ് ഉള്ളത്. പിന്നെ അവർ മൂന്ന് ദിവസമായി അസുഖം ബാധിച്ചിട്ട് കുറച്ച് അവസരം ഒരു സൈഡ് അങ്ങനെ തളർന്നു പോയി. കുറച്ചും കൂടി മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് റോണി എന്നോട് പറഞ്ഞത്. 3.5 മണിക്കൂർ അവിടെ എത്താൻ പോകണം. ഏകദേശം 2 മണിക്കൂർ കഴിയുമ്പം കാറ്റിൻ്റെ ഇതെല്ലാം മാറി. ഞാൻ അതിൻ്റെ നടുക്ക് ചെറിയൊരു ഷീറ്റ് ഇട്ടിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബോട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. അടിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈ പരിപാടി വേണ്ടാന്ന് വരെ തോന്നി. അത്രയും നല്ല ശക്തമായിട്ടാണ് അടിക്കുന്നത്. ഓരോരോ അടിക്കും വലിയ കുഴിയിൽ വീഴുന്ന പോലെ. പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ബോട്ട് പിളർന്നു പോയാൽ എന്ത് ചെയ്യുന്നില്ലൊരു അങ്ങനത്തെ ഒരു കണ്ടീഷൻ. എന്തോ ബാക്കി ലൈഫ് ബോയ് ഉണ്ട്, ഞാനൊന്നും എൻ്റെ കാലിൽ തന്നെ ഇറക്കി വെച്ചു. മറ്റവർ അങ്ങനത്തെ കൂസലേ ഇല്ല അവർ സാധാരണ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സാഹസികമായൊരു നല്ല ഇതായിരുന്നു. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ കേബിൾ പൊട്ടി. ഒന്നിലെ മണ്ണെണ്ണ തീർന്നു, ഒന്നിൻ്റെ കേബിളും പൊട്ടി. അന്നേരം അതിൻ്റെ കൂടെ വന്ന ഒരു സുഹൃത്തുണ്ട്, അവർക്ക് കുറച്ച് മെക്കാനിക്സ് അറിയാം. അവൻ എന്നെ ഡിക്ക് തുറന്ന് മീനെല്ലാം പിടിക്കുക കണ്ണി കടിച്ചിട്ട് പൊട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ മടഞ്ഞിട്ട് ഒരു കേബിൾ പോലെ ആക്കിയിട്ട് പിന്നെ ആ കേബിളായിരുന്നു അവർ ബോട്ടിന് ഉപയോഗിച്ചു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഈ കാറ്റത്ത് അടി കൂടിയെന്നല്ലാണ്ട് വേറെ ഈ മോട്ടറിന് എഞ്ചിനെല്ലാം വലിയ റിസ്ക് ഉണ്ടായിരുന്നില്ല. വെളിച്ചക്കുറവ് പ്രശ്നമായിരുന്നു രക്ഷപ്പെടുത്തുന്നത്. വെളിച്ചം ഇരുട്ടന്നെ, അങ്ങോട്ട് എത്തുമ്പോൾ കൂരിട്ട്. പിന്നെ ചെറിയ മഴയും വന്നു, നല്ല കാലാവസ്ഥ മാറി. പിന്നെ കുറേ അങ്ങോട്ട് എത്തുമ്പോൾ ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് എത്തുമ്പോൾ ഏകദേശം അതിൻ്റെ ബോട്ടിന് അടുക്കെത്തുമ്പോൾ അതിൻ്റെ വെളിച്ചം കാണാൻ തുടങ്ങി. അത് കാണുമ്പോൾ ചെറിയൊരു സമാധാനം വന്നു. പിന്നെ വേറെ ദിശ തെറ്റൂലല്ലോ. അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ ബോട്ടിലേക്ക് ചാടി കയറി. ആ സമയത്ത് നമ്മളെ ഈ സലോമിൻ എന്ന് പറഞ്ഞവരെ മറ്റുള്ള തൊഴിലാളികൾ താങ്ങിയെടുത്തിട്ട് നമ്മൾ ബോട്ടിലേക്ക് കയറ്റി. സലോമൻ അപ്പോൾ അവിടെ കടത്തിക്കൊണ്ടുവന്നു. ഞാൻ സലോമൻ കരക്കൊക്കെ എത്തുന്നതിൻ്റെ ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് പിന്നെ ബാക്കിയുള്ള ആംബുലൻസും കാര്യങ്ങളും റെഡി ഉണ്ടായതുകൊണ്ട് സലോമിന് ആശുപത്രി. കാസർഗോഡ് ജില്ലയിൽ തുടർച്ചയായി ഉൾക്കടലിൽ അപകടങ്ങൾ സംഭവിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഒപ്പം നമ്മുടെ മുന്നറിയിപ്പ് സാങ്കേതിക രംഗവും പുരോഗമിക്കണമെന്നാണ് SI MTP സൈഫുദ്ദീൻ നമ്മൾ സൂചിപ്പിച്ചത്. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.